നമസ്കാരം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നമ്മുടെ കേരളത്തിൽ നിർമ്മിക്കുന്ന ആദ്യത്തെ സയൻസ് ഫിക്ഷൻ ത്രില്ലർ മൂവിയാണ് നൈറ്റ് ഫോൾ ദി കൊച്ചി ഇൻവേഷൻ. Full alert on all wings. Prepare operation against the unknown. ഈ ഒരു മൂവിയുടെ ഡയറക്ടർ രമേഷ് ബാബു സാറും അതുപോലെ തന്നെ ഈ ഒരു മൂവിയുടെ പ്രൊഡ്യൂസർ SMBS ഇൻഫോ ലാബ് മാനേജിംഗ് പാർട്ട്ണർ ബിന്ദ്യ പൂവത്തിങ്കിലുമാണ് നമ്മോടൊപ്പം ഉള്ളത്. കുറച്ചു നേരം നമുക്ക് ഈ ഒരു മൂവിയുടെ വിശേഷങ്ങളുമായി അവരോടൊപ്പം ചേരാം. നമസ്കാരം സാർ, എന്തുകൊണ്ടാണ് ഈ ഒരു AI റിലേറ്റഡ് ആയിട്ടുള്ള മൂവി തന്നെ ചൂസ് ചെയ്യാനുള്ള ഒരു റീസൺ? ഞാൻ പൊതുവിൽ ടെക്നോളജിയുടെ ഒരു ഡെവലപ്മെൻറ്റ് സ്ഥിരമായിട്ട് നിരീക്ഷിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ അത്ഭുതകരമായി തോന്നാം, ഒരു ലാപ്ടോപ്പ് കൊണ്ട് എങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കാം എന്നതാണ് എൻ്റെ മുന്നിലുള്ള അത് ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് അതുമായിട്ട് ലിങ്ക് ചെയ്യുന്ന രീതിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളർന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇതിലേക്ക് വന്നത്. ഒരു ലാപ്ടോപ്പ് മാത്രം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഡയറക്ടർ സാറാണല്ലോ. സാറുടെ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുള്ള തീം വെച്ചിട്ട് മുഴുവൻ കഥാപാത്രങ്ങളും AI റിലേറ്റഡ് ആയിട്ടാണ് അല്ലേ? അതെ അതെ. അതിൽ സാറ് മാത്രം വർക്ക് ചെയ്തു അല്ലേ? അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാമോ? അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു സിനിമ എന്നുള്ളൊരു കൺസെപ്റ്റ് പറയുന്ന സമയത്ത് അതിൽ നമ്മളുടെ ചുറ്റും ഒരുപാട് ആളുകളുണ്ടാവും. അതിൻ്റെ മുഴുവൻ ക്രിയേഷനിൽ ഒരുപാട് ആളുകൾക്കും. അതിന് പകരം ഇവിടെ AI വരുന്നു ചുറ്റും. അതിൻ്റെ ഒരു പ്രത്യേകത, നമുക്ക് ലോകത്തു നിന്നുള്ള ഏത് ഇൻഫർമേഷനും നമുക്ക് അവൈലബിൾ ആണ്. നമ്മളൊരു കഥാപാത്രത്തെ സൃഷ്ടിക്കുമ്പോൾ, അതിനൊരു വോയിസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, അതിനൊരു മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എല്ലാത്തിനും സഹായമായി എത്തുന്ന സിനിമയിലെ സാങ്കേതിക പ്രവർത്തകർക്ക് പകരം AI വരുന്നു. പക്ഷേ ഇതിലത്തെ ഒരു പ്രശ്നം, AI വളർന്നുകൊണ്ടിരിക്കുന്നു. അതായത് പിറന്നു വീണ് കൈകാലിട്ടടിക്കുന്ന ഒരു കുട്ടിയും ഒരു മുതിർന്ന ആളും തമ്മിൽ താരതമ്യപ്പെടുത്തിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പം അങ്ങനെ കൈകാലിട്ടടിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഈ ടെക്നോളജി. അതുകൊണ്ട് അതിന് ധാരാളം പരിമിതികളുമുണ്ട്. ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. സാർ, ശരിക്കും ഒരു മൂവി എന്ന് പറയുന്നത് ഈ 16ഓളം ഡിപ്പാർട്ട്മെൻറ്റുകൾ ചേർന്നിട്ടുള്ളതാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പല ടെക്നിക്കൽ സൈഡിലും നമ്മൾ അതിന് ഒത്തിരി ആളുകളുടെ ടീം വർക്കാണ് എന്നുള്ളതൊക്കെ. ഇപ്പോൾ സാർ ഒറ്റയ്ക്ക് ഒരു AIയുടെ സഹായത്തോടു കൂടി മാത്രം ഈ 90 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഈ ഒരു മൂവി ക്രിയേറ്റ് ആക്കുമ്പോൾ അതിൻ്റെ മോട്ടീവും അതിൻ്റെ ഇമ്പാക്റ്റും, അതായത് ബാഡായിട്ടും പോസിറ്റീവായിട്ടും സാർക്ക് ഉണ്ടായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് എന്താണ്? ഒരു സിനിമയ്ക്ക് ഇത്രയധികം ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത്, ഒരു സിനിമ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ഒരു ഡയറക്ടറുടേതാണ്. അപ്പോൾ ആ ഡയറക്ടറുടെ സങ്കല്പത്തിനനുസരിച്ച് ആണ് ഈ മുഴുവൻ ടീമുകളും പ്രവർത്തിക്കുക. അതിനാണ് ഈ ക്രൂ പ്രവർത്തിക്കുന്നത്. ഇവിടെ എനിക്ക് സഹായത്തിന് വരുന്നത് AI ആണ്. AIയിൽ സംഗീതമുണ്ട്, നമുക്ക് സ്ക്രിപ്റ്റ് വേണമെങ്കിൽ ഉണ്ടാക്കി തരും, ലിറിക്സ് ഉണ്ടാക്കി തരും. അങ്ങനെ ഈ പറയുന്ന ഈ എല്ലാ 18ഓളം ഡിപ്പാർട്ട്മെൻറ്റുകളും സഹായത്തിന് എൻ്റെ കൂടെ ഉണ്ട്. പക്ഷെ അതിൻ്റെ ഒരു പരിമിതി എന്താണെന്ന് വെച്ചാൽ, ഈ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും വേണ്ടത്ര വളർച്ച എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതായത് നമ്മളൊരു ക്യാമറ ആക്ഷൻ പറയുന്ന സമയത്ത് വേണമെങ്കിൽ 1-2 മിനിറ്റ് ദൈർഘ്യമുള്ള ഷോട്ട് എടുക്കാം. പക്ഷെ ഇവിടെ നമുക്ക് 8 സെക്കൻഡ് മാത്രമുള്ള ഒരു ഷോട്ടാണ് കിട്ടുന്നത്. അപ്പൊ ആ ഈ 8 സെക്കൻഡുള്ള റീൽ വെച്ചിട്ട് ഈ 90 മിനിറ്റിലേക്ക് പോകുമ്പോൾ എത്ര എണ്ണം ചേർത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഇന്നത്തെ അതിൻ്റെ ഒരു പരിമിതി ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറേയും കൂടെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഒരു സാധാരണ സിനിമ സംവിധാനം ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്നു. അത് ഇതിൻ്റെ ഇന്നത്തെ അതിൻ്റെ പരിമിതി കൊണ്ടാണ്. പക്ഷേ ഇത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ടെക്നോളജി ആയതുകൊണ്ട് ഭാവിയിൽ ഇത് പരിഹരിക്കപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഞാനെടുത്ത ഈ സിനിമയ്ക്കും അതിൻ്റെ ഒരു പരിമിതി ഉണ്ടാവും തീർച്ചയായിട്ടും. ഫുള്ളി പെർഫെക്റ്റ് ആണെന്ന് അവകാശപ്പെടാൻ പറ്റില്ല. കാരണം ആദ്യകാലത്ത് ഞാൻ 3 സെക്കൻഡ് വെച്ചിട്ടുള്ള വീഡിയോയിൽ
മ്യൂസിക് ചെയ്തിട്ടുണ്ട്, മ്യൂസിക് ആൽബം പോലുള്ളത്. അന്ന് വെറും 3 സെക്കൻഡേ നമുക്ക് കിട്ടുള്ളൂ. അത് കൂട്ടിച്ചേർത്തിട്ട് വേണം നമുക്ക് 2 മിനിറ്റുള്ളൊരു മ്യൂസിക് സോങ് ഉണ്ടാക്കാൻ. അത് കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. പക്ഷേ ഇത് 8 സെക്കൻഡ് വെച്ച് ഉള്ള ക്ലിപ്പ് ഉപയോഗിച്ച് 90 മിനിറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളത് കുറച്ച് ശ്രമകരമായ പണിയാണ്. പക്ഷേ എനിക്ക് അസിസ്റ്റൻ്റായിട്ട് ചിലപ്പോൾ ഈ 18 ഡിപ്പാർട്ട്മെൻറ്റിൽ അതിലധികം ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാവും എഐക്ക്. അതായത് എ എനിക്ക് ഡയറക്റ്റ് ഒരു മ്യൂസിക് തരുമ്പം ആ എഐനെ അസിസ്റ്റന്റ് ചെയ്യാൻ ഒരുപാട് എഐകളുടെ പിന്തുണയോട് കൂടിയാണ്. അതായത് ഞാൻ അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊരു പാട്ട് ആവശ്യപ്പെടുന്നു, പാട്ടിന്റെ സിറ്റുവേഷൻ പറഞ്ഞു, ഇന്ന രീതിയിലുള്ള അപ്പോൾ എ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മലയാളത്തിൽ മുഴുവൻ പാട്ടുകളും സെർച്ച് ചെയ്തിട്ടാണ് അതിലൊന്നും പാടിയിട്ടില്ലാത്തൊരു വരിയാണ് എനിക്ക് ഉണ്ടാക്കി തരാൻ. അപ്പോൾ അത്രയും ഹാർഡ് വർക്ക് എയും ചെയ്യുന്നുണ്ട്. ആ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഒരു പാട്ടിന്റെ വരി ഇന്നേ വരെ മറ്റാരും രചിച്ചിട്ടില്ലാത്ത ഒരു വരി എനിക്ക് കിട്ടുന്നത്. അപ്പോൾ അസിസ്റ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കഴിഞ്ഞാൽ നമുക്ക് അവകാശപ്പെടാൻ പറ്റും ഇന്നുള്ള ഈ 18 ഡിപ്പാർട്ട്മെന്റിനേക്കാളും വലിയ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും ഒരു എഐ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡയറക്ടർക്ക് കിട്ടുക. ഇന്നതിനൊരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൈകാലിട്ട് അടിക്കുന്ന അവസ്ഥയിലാണ്. പരിമിതികളുണ്ട്. അതായത് ഇത് വളർന്നു വരുന്നേ ഉള്ളൂ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ. ആ പരിമിതി മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ ഈ ഒരു മൂവിയുടെ പ്രൊഡ്യൂസർ ബിന്ധ്യ പൂവത്തിങ്കൽ അല്ലേ? നമസ്കാരം. ശരിക്കും AI റിലേറ്റഡ് ആയിട്ടുള്ളൊരു മൂവി, അതും നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് പരീക്ഷിക്കുന്നൊരു മൂവി. ഈ ഒരു പരീക്ഷണത്തിലേക്ക് നിന്ന് കൊടുക്കാൻ പാകത്തിൽ ഒരു ബ്ലൈൻഡായിട്ട് ട്രസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിട്ടുള്ളൊരു മോട്ടീവ് എന്താണ്? ഞങ്ങൾ കമ്പനി ബേസിക്കലി ഒരു IT കമ്പനിയാണ്. ഞങ്ങൾ കാര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അമേരിക്കൻ മീഡിയാസിന് വേണ്ടിയിട്ട് വീഡിയോ പ്രൊഡക്ഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ IT സർവീസസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു സയൻറ്റിഫിക് തീം ആയതുകൊണ്ടും പിന്നെ അതെൻ്റെ ഫാദറിലോ ആണ്. അദ്ദേഹം ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ ഇനി ആണല്ലോ ഭാവി മൊത്തമായിട്ട്. സോ അതുകൊണ്ടാണ് ഈ ഒരു തീമിലേക്ക് ഞങ്ങൾക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് തോന്നി, എന്നാൽ പിന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ തോന്നിയത്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഫുള്ളായിട്ടും ഫാദറിലോ എന്നതിനപ്പുറത്തേക്ക് ആള് ഇത്തിരി ജീനിയസും കൂടിയാണല്ലോ, ട്രസ്റ്റഡ് ആയിരുന്നു അല്ലേ? അതെ, തീർച്ചയായും അദ്ദേഹത്തിൻ്റെ കഴിവിൽ എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ ഇത് പറയേണ്ടതാണ്, ഇപ്പോൾ ഒരുപാട് മൂവീസൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട് എ റിലേറ്റഡ് ആയിട്ടുള്ളത്. അവർക്കൊക്കെ ഒരു ക്രൂ ഉണ്ടാവും, ഒരുപാട് പേര് ചേർന്നായിരിക്കും ഒരു മൂവി ചെയ്യുന്നുണ്ടാവുക. അതായത് ക്ലിപ്സ് എടുക്കാനും അതേപോലെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ ഒരു വലിയ ടീം ഉണ്ടാവും. ഇദ്ദേഹം ഒറ്റയ്ക്കാണ്. അതായത് ഈവൻ AI റിലേറ്റഡ് ആയിട്ടുള്ള മൂവി ആണെങ്കിൽ പോലും അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി ടീംസ് ഉണ്ടാവും. ഇപ്പം മഹാഭാരതമൊക്കെ ജിയോ ഹോട്ട്സ്റ്റാറിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവരൊരു വലിയൊരു ടീമായിരിക്കും ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവുക. ഇവിടെ ഇദ്ദേഹം ഒറ്റയ്ക്കാണ് ഇത് ചെയ്തത്. അത് ശരിക്കും അതെ അപ്രിഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഒരു ഒറ്റ ആൾ നിന്ന് ഇത് ചെയ്യാന്ന് പറയുന്നത് ഒട്ടും ഈസി അല്ല. ഒരു 8 സെക്കൻഡ് ക്ലിപ്പാണ് കിട്ടാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അത് ശരിയായി വന്നോളണമെന്നുണ്ടാവില്ല. പിന്നെയും ചെയ്ത് പിന്നെ അങ്ങനെ കിട്ടുള്ളൂ. നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ആപ്റ്റായിട്ടുള്ള ഒരു ക്ലിപ്പ് കിട്ടുക എന്ന് പറയുന്നത് പെട്ടെന്ന് ചെയ്യുമ്പം അങ്ങനെ കിട്ടുന്നില്ല. ഈസി ആണെന്ന് തോന്നുമെങ്കിലും ചെയ്തു നോക്കിയാലേ മനസ്സിലാവുള്ളൂ. അതെ അതെ, പ്രത്യേകിച്ച് ഇത് അത്രയ്ക്കും നമ്മളുടെ കേരളത്തിലോ ഇത്രയ്ക്ക് ഫെമിലർ അല്ലാത്ത ഒരു ഏരിയയും കൂടി ആയതുകൊണ്ട് വേറെ ആരിൽ നിന്നും കൂടുതൽ ചോദിച്ച് പഠിക്കാനും പറ്റില്ല. ഇതിന്റെ എക്സ്പീരിയൻസ് തന്നെ ചെയ്ത് പഠിച്ച് പിന്നെ അത് പ്രാവർത്തികമാക്കി കൺവിൻസ് ചെയ്യുന്ന. എന്നോടൊക്കെ ഇത് പറയുന്നതിന് മുന്നേ തന്നെ അത്യാവശ്യം ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അതൊക്കെ സെറ്റാക്കിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു ഫുൾ പ്ലാൻ ഓൾറെഡി ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് നമ്മളോട് പറഞ്ഞത് അവർ. അതിനുശേഷം സാറ് തന്നെ ഫുൾ എഫേർട്ട് എടുത്ത് ഇതിൻ്റെ പുറകിൽ ഒരുപാട് നാളുകളുടെ എഫേർട്ട് ഉണ്ട് ഇതിൻ്റെ പുറകിൽ അല്ലേ? അതായത് 3 സോങ്സ്, അതുപോലെ തന്നെ ത്രില്ലർ മൂവിയാന്ന് പറയണോ, അതും സയൻസ് ഫിക്ഷൻ ത്രില്ലർ മൂവി. അപ്പോൾ അതിൻ്റെ കഥ, അതിനോടനുബന്ധിച്ചിട്ടുള്ള ഈ സോങ്സ്, ഈ എല്ലാം കൂടി വരുമ്പോൾ ഒരുപാട് ദിവസത്തെ എഫേർട്ടാണല്ലോ.
ഏകദേശം സാറിന് ഇതിലേക്ക് എത്ര ദിവസത്തോളം, അല്ലെങ്കിൽ ഇത് ചെയ്യണമെന്ന് വിചാരിച്ചതിന് ശേഷം സാർ എത്ര ദിവസം കൊണ്ട് അല്ലെങ്കിൽ എത്ര മാസങ്ങൾ കൊണ്ടാണ് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തത്? അതൊരു 3 months എടുത്തിട്ടുണ്ടാവും, 3 മാസത്തോളം. ഫുൾ മൂവിയും സോങ്സും എല്ലാം കൂടി ചെയ്യാനല്ലേ? ആക്ച്വലി എന്താണ് ഇതിൻ്റെ ഒരു തീം എന്നൊന്ന് കൺവിൻസ് ചെയ്യിക്കാമോ? ഇത് ആക്ച്വലി നമ്മളിപ്പോൾ ഒരു സാധാരണ സിനിമ കേരളത്തിൽ നിന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. സിനിമയല്ല ഉദ്ദേശിക്കുന്നത്, സാധാരണ സിനിമ തന്നെ. അതുകൊണ്ട് ആ സാധാരണ ഒരു സിനിമയുടെ കൺസെപ്റ്റ് വെച്ചിട്ടല്ല ഞാനിത് തുടങ്ങിയത്. അതായത് AI സാധ്യത ഉപയോഗിക്കുക എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ ഒരു സാധാരണ നമ്മൾക്ക് ഒരു സിനിമയിൽ ഒരു കപ്പൽ പൊളിയുന്നു, അല്ലെങ്കിൽ അണ്ടർ വാട്ടറിലൂടെ എന്താ പറയുക അന്തർവാഹിനി മൂവ് ചെയ്യുന്നു, ഇങ്ങനെയുള്ളതൊന്നും ഇപ്പോൾ നമുക്ക് സാധാരണ സിനിമയിൽ സങ്കല്പിക്കാനും പറ്റില്ല. അതുകൊണ്ടായിരിക്കാം ഇവിടെ എങ്ങനെയുള്ള സയൻസ് ഫിക്ഷൻ മൂവി എടുക്കാത്തത്. അപ്പോൾ AI പക്ഷേ ഇതിനൊരു വലിയ സാധ്യതയുണ്ട്. നമ്മൾ എന്താണോ ഇമാജിൻ ചെയ്യുന്നത് അത് ഉണ്ടാക്കി തരാനുള്ള ഒരു കെൽപ്പ് 8 സെക്കൻഡ് ആണെങ്കിലും അതിനുള്ള ഒരു കെൽപ്പ് ഇന്ന് AIക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആ സാധ്യതകളെ കേരളത്തിലെ സിനിമാ പ്രേമികളെ പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടെ വെച്ചിട്ടാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതായത് ഈ കഥ വികസിക്കുന്നത് ഭൂമിയിലും ആകാശത്തും തുടർന്ന് കടലിനടിയിലും കൂടിയിട്ടാണ്. ഈ 3 പ്രതലത്തിലും കൂടിയും ക്യാമറ പോകുന്ന രീതിയിലാണ് ഇത് ആവിഷ്കരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ആ ഒരു തീമിന് വേണ്ട ഒരു തിരക്കഥയാണ് ഞാൻ ഇതിന് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ 3 പ്രതലവും എനിക്ക് ഈ സിനിമയിൽ ഉൾപ്പെടുത്തണം. അങ്ങനെ നിലവിലുള്ള സിനിമേൻ്റെ ഒരു പരിമിതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റുമോ എന്നുള്ള ഒരു അന്വേഷണം കൂടിയാണ്. അതായത് ഒരു നമ്മുടെ പ്രകാശവർഷങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് ഒരു ഏലിയൻ വാഹനം വരുന്നു, അതിൽ നിന്ന് ഫ്ലൈയിങ് സോസറുകൾ പറന്നിറങ്ങുന്നു, ഏലിയൻസ് വരുന്നു, അത് അവസാനം ഒരു വലിയ ഏറ്റുമുട്ടലിലേക്കും ഒരു നഗരത്തിന്റെ നാശത്തിലേക്കും പോകുന്നു. ആ രീതിയിലാണ് അതിന്റെ കഥ വികസിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഉദ്ദേശത്തോടിട്ടാണ് ഈ 3 പ്രതലം ഉൾക്കൊള്ളിക്കുക എന്നുള്ള രീതിയിലാണ് അതിന്റെ തിരക്കഥ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് നിലവിലുള്ള മലയാള സിനിമയിൽ നിന്ന് അല്പം വ്യത്യസ്തമായിരിക്കും ഇത് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 3 പ്രതലം എന്ന് പറയുമ്പോൾ നമ്മൾ വാട്ടർ, വായു, ആകാശം അല്ലേ? ഇത് ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ട് നമ്മളൊരു മൂവി ക്രിയേറ്റ് ചെയ്തിരിക്കണം. നമ്മളുടെ ഭൂമിയിലെ ആളുകളും ഇതിൽ ഉണ്ട്, ഏലിയൻസ് ഉണ്ട്, വെള്ളത്തിലെ മത്സ്യങ്ങളുണ്ട്, മറ്റ് പലതരം ജീവജാലങ്ങളും ഉൾപ്പെടുത്തിയിട്ട് ഒരു മൂവി ക്രിയേറ്റ് ചെയ്തിരിക്കണം. നല്ലത്. അപ്പൊ അതായത് നമ്മുടെ ഇമാജിനേഷൻ ഒന്ന് വികസിപ്പിക്കാം. കാരണം നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ള പല സാധനങ്ങളും നമ്മുടെ ഇമാജിനേഷനിലൂടെയാണ്. ഇപ്പം AI കടന്നു വന്നതുപോലെ അതാണ്. ഒരാൾ ഇമാജിൻ ചെയ്യാനുണ്ടാകുമ്പോൾ മാത്രമേ ഒരു പുതിയ പ്രോഡക്റ്റ് ഉണ്ടാവുന്നുള്ളൂ. അതുകൊണ്ട് ഈ ഇമാജിനേഷന്റെ സാധ്യത എത്രത്തോളം ഉണ്ടോ അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സയൻസ് ഫിക്ഷൻ കഥ തിരഞ്ഞെടുക്കാനും കാരണം. ഓക്കെ, ഈ ഒരു സയൻസ് ഫിക്ഷൻ ത്രില്ലർ എന്ന് പറയുമ്പോൾ ഈ ഒരു മൂവി കണ്ടിട്ടില്ല, കാണാൻ ആഗ്രഹിക്കണം. ഇതിന്റെ സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ അതിലെ കഥാപാത്രങ്ങളും സോങ്സും ഒക്കെ എന്ന് പറഞ്ഞു. ഈ ഏത് ടൈപ്പ് ഓഫ് സോങ്സ് ആണ് സാർ അതിൽ യൂസ് ചെയ്തേക്കുന്നത്? അതില് ഒരു നൈറ്റ് ക്ലബ്ബ് ഉണ്ടാവുന്ന രീതിയിലുള്ള, അതായത് നമ്മുടെ സാധാരണ സിനിമകളിലൊക്കെ ഉണ്ടാവുന്നത് പോലെയുള്ള, നൈറ്റ് ക്ലബ്ബിൽ ഉണ്ടാവുന്ന പോലെയുള്ള പാട്ട്. അതല്ലാതെ ഒരു സാഡ് പശ്ചാത്തലത്തിൽ വരുന്ന അത്തരത്തിലുള്ള അതൊന്നും. പിന്നെ ഒരുതരം എൻജോയ്മെന്റിന്റെ അങ്ങനെ 3 തരത്തിലുള്ള പാട്ടുകളാണ് വരുന്നത്. അതിന്റെ ലിറിക്സും അതിന്റെ സംഗീതം എല്ലാം AI ബേസ്ഡ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അതിന്റെ നമ്മളൊരു പശ്ചാത്തലം പറഞ്ഞു കൊടുക്കുന്നു, അതുവഴി ഒരു ഗാനം രചിക്കുന്നു. ആ ഗാനത്തിന് അനുയോജ്യമായ രീതിയിലുള്ള സംഗീതവും AI തന്നെയാണ് തരുന്നത്. അതിന്റെ സംഗീത സംവിധാനം ഒക്കെ AI തന്നെയാണ് നിർവഹിക്കുന്നത്. AI തന്നെയാണ് ഇതിന്റെ കംപ്ലീറ്റ്. നമ്മളുടെ തലച്ചോറ് ഉപയോഗിച്ച് AI അത് പ്രവർത്തിക്കുന്നു എന്ന് മാത്രം അല്ലേ? അതെ അതെ അതെ. നഗരമുറങ്ങാൻ മറന്നൊരീ നേരം, നിറങ്ങൾ പെയ്യുന്ന ചില്ലുകൂട്, കണ്ണിൽ കനലിന്റെ മിന്നുന്ന വേഗം, സിരയിൽ പടരുന്നു വീഞ്ഞു പോലെ, പുകമറയ്ക്കുള്ളിൽ മറയുന്നു രൂപം, താളത്തിൽ മുങ്ങുന്നു നമ്മൾ മാത്രം, ഇടനെഞ്ചിൽ കൊട്ടുന്ന മേളം, ഇനി വേണ്ട ദൂരവും കാലം, ഒന്നായിടാം ഒന്നായിടാം.
ഇതിന് ഇന്നത്തെ നിലയിൽ ഇതിന്റെ എഡിറ്റിങ് അതുപോലെ തിയേറ്റർ ഫോർമാറ്റിലേക്ക് അപ്സ്കെയിൽ ചെയ്യാന്ന് പറയാം, അങ്ങനെയുള്ള കുറച്ച് സാങ്കേതിക സംവിധാനങ്ങൾ അവസാനം നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. ബാക്കി ഫുള്ളായിട്ട് വെറും ഒരു ലാപ്ടോപ്പ് മാത്രം വെച്ച് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണത്. ഒരാളുടെ ബ്രെയിനില് ഒരു ലാപ്ടോപ്പ് വെച്ച് കുറെ അസിസ്റ്റൻസ് യൂസ് ചെയ്തിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു മൂവി അല്ലേ സാർ? ഇതില് എത്രത്തോളം ഈ ഒരു ഡയറക്ഷനിൽ ഇപ്പോൾ സാറ് വിചാരിക്കുമ്പോൾ ചിലപ്പോൾ കണ്ടു കഴിയുമ്പോഴേക്കും എനിക്ക് ഇതല്ലായിരുന്നു എനിക്ക് വേണ്ടതെന്നും, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച അതേ സെയിം ആണ് എനിക്ക് കിട്ടിയിരിക്കണ ഇതിൻ്റെ റിസൾട്ട് എന്നും, അല്ലെങ്കിൽ ഇതിനേക്കാളും ബെറ്റർ ഇനി ഭാവിയിലേക്ക് എനിക്ക് ഉണ്ടാക്കാൻ കഴിയും. എന്താണ് സാർക്ക് ഈ ഒരു ഇപ്പം ഈ 8 സെക്കൻഡ് മാത്രത്തിലാണ് നമുക്കൊരു ക്ലിപ്പ് കിട്ടുന്നത്, ഇത് വെച്ചിട്ട് 90 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഈ ഒരു മൂവി ഉണ്ടാക്കിയപ്പോൾ സാർക്കുള്ള സാറ്റിസ്ഫാക്ഷൻ എന്താണ് ആ ഒരു മൂവിയിൽ? നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ സാറ്റിസ്ഫാക്ഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒരുപാട് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വർക്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അപ്പം ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മൾ ഈ 8 സെക്കൻഡിന്റെ ക്ലിപ്പുകൾ തമ്മിൽ ചേർക്കുമ്പോൾ ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറുണ്ട്. AI ക്രിയേറ്റ് ചെയ്ത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണല്ലോ. അപ്പൊ നമുക്ക് ആ പരിമിതി മനസ്സിലാക്കിക്കൊണ്ട് ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിസൾട്ടിൽ നമുക്ക് ഹാപ്പി ആയിരിക്കും. നമ്മളെപ്പോഴും ഫ്യൂച്ചറിൽ ഇതിനേക്കാൾ ബെറ്റർ ചെയ്യാൻ പറ്റും, പക്ഷെ ഇന്ന് ഇതേ സാധ്യമാകുന്നുള്ളൂ, അങ്ങനെ ഒരു കൺസെപ്റ്റാണ് ഉള്ളത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ പരിമിതികൾ മനസ്സിലാക്കുക, അതിനനുസരിച്ച് ആക്ട് ചെയ്യുക. ആ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് നിർമ്മിച്ചതിൽ ഈ ഒരു മൂവിയിൽ സാറ് വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ ഈ സാറ്റിസ്ഫാക്ഷൻ മാസങ്ങൾ കൊണ്ട് മാറും, കാരണം AI ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ് ഒരു സിനിമ എടുക്കുന്നത് എങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല എടുക്കുക. നമ്മുടെ മൂവിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ ഇനിയൊരു തലമുറയ്ക്ക് ഈ AI റിലേറ്റഡ് ആയിട്ട് നമുക്ക് മൂവി ചെയ്യാം എന്ന് കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കും. അതെ, പ്രചോദനം എന്നുള്ള നിലയ്ക്കും അതിന്റെ പ്രചോദനം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ സാധ്യതകൾ കൂടി മനസ്സിലാക്കി കൊടുക്കുക. അതിനുവേണ്ടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കടലിലായാലും ആകാശത്തായാലും ഭൂമിയിലായാലും ക്യാമറ കൊണ്ടുപോകാൻ പറ്റുന്നത്. സാധാരണ രീതിയിൽ കടലിനടിയിലൂടെ ക്യാമറ കൊണ്ടുപോകാൻ പറ്റില്ല, പക്ഷെ അതിലൂടെ കൊണ്ടുപോകാൻ പറ്റും എന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പം തുടർന്ന് സിനിമ എടുക്കുന്നവർക്ക് അത് പ്രചോദനമാവും. അതുപോലെ ആകാശത്ത് വെച്ച് ഷൂട്ട് ചെയ്യാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുപോലെ അന്യഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ സങ്കല്പത്തിൽ ഉണ്ടാക്കിയിട്ട് ക്രിയേറ്റ് ചെയ്യാനും അതിന് സെറ്റ് ഇടുക എന്ന് പറയുന്നത് വലിയ ചെലവാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാധ്യതകളുണ്ട്, അതേസമയം ചില പരിമിതികളുമുണ്ട്. സാർ, ഈ ഒരു മൂവിയിൽ ഏലിയൻസ് ആണല്ലോ മെയിൻ ക്യാരക്ടേഴ്സായിട്ട് വരുന്നത്. അപ്പോൾ സാർ എന്തുകൊണ്ട് മനുഷ്യരെ ചൂസ് ചെയ്യാതെ ഏലിയൻസിനെ ഈ ഒരു മൂവിയിലേക്ക് മെയിൻ ക്യാരക്ടേഴ്സായിട്ട് ചൂസ് ചെയ്തു? ഈ സിനിമയിൽ ഏലിയൻസിനെ കേന്ദ്രീകരിച്ചിട്ടാണ് കഥ വികസിക്കുന്നതെന്നുള്ളൂ. മനുഷ്യരും ഇതിൽ കഥാപാത്രങ്ങളായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഏലിയന് തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സ്വപ്നങ്ങളിൽ ഏലിയൻസ് പണ്ടെപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിനിമേന്റെ പ്രോജക്റ്റ് ആലോചിച്ചപ്പം അത് കടന്നു വന്നത്. അപ്പൊ അതിനുള്ള ഒരു പ്രധാന കാരണം എന്ത് തന്നെയായാലും ഏലിയൻസ് എന്തെങ്കിലും നമ്മുടെ പരിസരത്തേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവര് നമ്മളെക്കാൾ സാങ്കേതികമായി മികവുറ്റവരായിരിക്കും എന്ന് എനിക്ക് ബോധ്യമുണ്ട്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ പ്രകാശവർഷങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് വരണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെക്കാൾ കഴിവുണ്ടാവണം. നമുക്ക് കഴിവില്ല, കുറഞ്ഞതുകൊണ്ടാണ് അങ്ങോട്ട് പോകാൻ പറ്റാത്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ മനുഷ്യരെക്കാൾ സാങ്കേതികമായും മറ്റ് പല ഘടകങ്ങൾ കൊണ്ടും ഉയർന്നു നിൽക്കുന്ന ഒരു ജീവി സമൂഹത്തിനെ അഭിമുഖീകരിക്കുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. അത് നമ്മുടെ ഇമാജിനേഷനെ വല്ലാതെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. ആ ഒരു തീമാണ്, അതുകൊണ്ടാണ് ആ ഒരു തീം. സാർ ഇങ്ങനെ പറയുമ്പോഴാണ് ആക്ച്വലി നമ്മളും അതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിക്കുക. ചിലപ്പോൾ ഈ മൂവി കാണുമ്പോൾ പോലും നമ്മളിങ്ങനെ ചിന്തിക്കണം എന്നില്ല, പക്ഷെ ഇങ്ങനെ സാറ് പറയുമ്പോഴാണ് ശരിയാണല്ലോ അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ എന്ന് ചിന്തിക്കണത്. യെസ്, ഇനി ആരെങ്കിലും ഇതുപോലെ AI റിലേറ്റഡ് ആയിട്ടൊരു സ്റ്റോറി ആയിട്ട് സാറെ സമീപിക്കുകയാണെങ്കിൽ സാർക്ക് ഇത് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കാൻ സാർ ഓക്കെ ആയിരിക്കും? അത് അവർ കൊണ്ടുവരുന്ന സ്റ്റോറി ഇന്നത്തെ ഈ പരിമിതമായ രീതിയിൽ ആവിഷ്കരിക്കാൻ പറ്റുമോ എന്ന് പരിശോധിച്ചതിന് ശേഷം അത് സ്വീകരിക്കുന്നതാണ്. കാരണം പലപ്പോഴും ഇന്നത്തെ സിനിമാ കഥകൾ പലതും AI പൂർണ്ണമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ളതല്ല ഇന്ന് ഒരു പരമ്പരാഗതമായിട്ട് വരുന്നത്. പക്ഷെ ഇതായിരിക്കണമെന്നില്ല നാളെ.
കാരണം നമ്മുടെ എന്റർടൈൻമെന്റ് സങ്കല്പം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെ. നമുക്ക് ഇപ്പോൾ സിനിമ കാണുമ്പോഴും എന്താ പറയാ, നമ്മൾ ഫേസ്ബുക്കോ മറ്റ് പേജോ റോൾ ചെയ്യുന്ന രീതിയിൽ സിനിമ വരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് പണ്ടില്ലാത്തതാണ്. അടൂർ ബാലകൃഷ്ണന്റെ സിനിമ ഇന്ന് ആർക്കെങ്കിലും ക്ഷമയോടുകൂടി തിയേറ്ററിൽ പോയിരുന്ന് കാണാൻ പറ്റുമെന്ന് സംശയമാണ്. അത് എത്ര മികവുറ്റതായാലും അതിനുള്ള ക്ഷമയില്ല. അപ്പം ഈ ക്ഷമയ്ക്ക് അനുസൃതമായിട്ടുള്ള ഒരു സ്റ്റോറി മാത്രമേ ഇന്ന് നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് റിലേറ്റഡ് ആണെങ്കിൽ അല്ലേ? അതെ. അതുപോലുള്ളൊരു മൂവി കിട്ടുകയാണെങ്കിൽ, അതുപോലുള്ളൊരു സ്റ്റോറി ആണെങ്കിൽ സാർ അത് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാണ്. അല്ല, അതിനുള്ള സംവിധാനം നമുക്ക് നമ്മുടെ സ്റ്റുഡിയോയിൽ സെറ്റപ്പ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. വിന്ധ്യ, ആക്ച്വലി ഈ ഒരു മൂവി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന വിന്ധ്യ ആണല്ലോ, വിന്ധ്യയുടെ കമ്പനിയാണല്ലോ. അപ്പോൾ ഇനി ഇതുപോലെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള മൂവീസ് വരുവാണെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ വിന്ധ്യ തയ്യാറാണോ? തീർച്ചയായും ആണ്. അതിൻ്റെ പ്രസക്തി പോലെ ഇരിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേ പറഞ്ഞാൽ നമ്മൾ ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വർക്ക് നടന്നു. അതായത് SMBS ഇൻഫോലാബ് ഈ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള മൂവി ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ. നല്ല ഇൻഫർമേഷൻ ആണല്ലോ. അപ്പോൾ ഇപ്പോൾ ഉള്ള എന്താ പറയാ ന്യൂ ജനറേഷൻ അല്ല കേട്ടോ, മൂവീസ് മാത്രമല്ല, യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ആഡ്സ്, അങ്ങനത്തെ ഒരുപാട് സാധ്യതകളുണ്ട് യൂസ് ചെയ്തിട്ട്. അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനുള്ള ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് വരുന്നുണ്ട്. ആക്ച്വലി എവിടെയായിരുന്നു സ്റ്റുഡിയോ? നമുക്ക് കൊച്ചിയും വരുന്നുണ്ട്, കാലിക്കറ്റും വരുന്നുണ്ട്. അതെ, നല്ലൊരു ഇൻഫർമേഷൻ ആണത്. കാരണം ഇപ്പോൾ ഉള്ള ജനറേഷൻ കൂടുതലും റിലേറ്റഡ് ആയിട്ടൊക്കെ ചിന്തിക്കുന്ന ആളുകളാണല്ലോ. അതെ, അത് മാത്രമല്ല ഇതിൻ്റെ കോസ്റ്റും കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. യൂഷ്വലി ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന്, അതായത് ആഡോ അല്ലെങ്കിൽ മൂവിയൊക്കെ ചെയ്യുന്ന സമയത്ത് കോസ്റ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കുറച്ച് കൂടുതലായിരിക്കുമല്ലോ. ഇത് കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ മൂവി എന്നുള്ളത് മാത്രമല്ല, നമുക്ക് പല പ്രൊഡക്ഷൻ്റെയും പല സ്ഥാപനങ്ങളുടെയും ആഡ് ചെയ്യാം. അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സാർ, അപ്പോൾ ഈ ഒരു മൂവി, സാധാരണ മൂവികളൊക്കെ തിയേറ്റർ റിലീസിങ്ങും ഒക്കെ ആണല്ലോ, നമ്മുടെ ഐക്കും അതുപോലുള്ള സാധ്യതകളുണ്ടോ? അല്ലെങ്കിൽ ഇപ്പോൾ അതിൻ്റെ പ്രൊസീജിയറിനെ കുറിച്ചിട്ട് ഗവൺമെൻറ് ഓർഡേഴ്സിൽ ഇപ്പോഴും വേണ്ടത്ര വ്യക്തതയായിട്ടില്ല. ഇപ്പം നിലവിലുള്ള സിനിമ സെൻസർ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് സിനിമയും സെൻസർ ചെയ്ത് പോയിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ ആയിരിക്കും. പക്ഷേ റിലീസിങ് സാധാരണ സിനിമ പോലെ ആവുമോ എന്ന് ഉറപ്പില്ല. അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ വേൾഡ് വൈഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിലൂടെ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ സാർ, സാധാരണ മൂവീനെ സംബന്ധിച്ച് മൂവി ഓസ്കർ അവാർഡിന് പരിഗണിക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സാറുടെ ഒരു വിശദീകരണം എന്താണ് അതിൽ? അത് പുതുതായിട്ട് വരുന്ന എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെ ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും. കാരണം അതായത് മൂവി വരുന്ന സമയത്ത് നിലവിലുള്ള ഒരു സിനിമാ സംവിധാനങ്ങളുണ്ടല്ലോ, അവരൊക്കെ തന്നെ ഇതിനെ എതിർക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. അത് ക്രമേണ മാറുകയും മൂവിക്ക് വേണ്ടി പുതിയ നിയമങ്ങൾ രൂപീകരിക്കുകയും അതിന് പുതിയൊരു പ്ലാറ്റ്ഫോം വരികയും ഒക്കെ ചെയ്യുമ്പോൾ മാത്രമേ അത് പരിഹരിക്കും. നിലവിൽ ഈ സമ്മർദ്ദത്തിനെ അതിജീവിക്കാൻ കുറച്ച് വർഷങ്ങളെടുക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ആളുകളിലേക്ക് ഇതിൻ്റെ ആളുകളിലേക്ക് മാത്രമല്ല, ട്രഡീഷണൽ ആയിട്ടുള്ള മൂവിയുടെ പ്രസ്ഥാനം ഇന്ന് ഒരു വലിയ ബിസിനസ്സാണ്. എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് തന്നെ ലോകത്തുനിന്ന് വലിയൊരു വ്യവസായമാണ്. അപ്പോൾ ആ വ്യവസായ രംഗത്തുള്ള മുതലാളിമാരുമുണ്ട്, തൊഴിലാളികളുമുണ്ട്. ഇവരൊക്കെ തന്നെ ഈ സിനിമ പുതുതായിട്ട് വരുമ്പോൾ അതിനെതിരായിട്ടുള്ള സമ്മർദ്ദം ചെലുത്തും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കാലതാമസം ഉണ്ടാവും ഇത്തരം കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട്. ഗവൺമെൻറ്റുകൾ തീർച്ചയായിട്ടും ഇത് പരിഹരിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കരുതുന്നത്. യെസ്, ഇത്രയും നേരം നമ്മുടെ ഈ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള മൂവിയുടെ വിശേഷങ്ങളുമായി നമ്മോടൊപ്പം ചേർന്നിട്ടുള്ളത് ഡയറക്ടർ രമേഷ് ബാബു സാറും അതുപോലെ തന്നെ പ്രൊഡ്യൂസർ വിന്ധ്യ പൂവത്തിങ്കലുമാണ്. വളരെ സ്നേഹവും നന്ദി അറിയിക്കുന്നു. വളരെ ഇൻഫോർമേറ്റീവായിരുന്നു. ഇനിയും ഒരുപാട് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ സാർക്ക് ഇഷ്ടപ്പെട്ട പോലെയുള്ള കഥകളും സ്റ്റോറികളുമായിട്ട് ആളുകൾ സാറിൻ്റെ അടുത്തേക്ക് വരട്ടെ. ഒത്തിരി മൂവീസ് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.